ഫിഫ ലോകകപ്പ് 2026 ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. 48 ടീമുകളായി ആരംഭിച്ച ലോകകപ്പ് യാത്ര ഇനി അവസാന ഘട്ടത്തിലേക്ക് ചുരുങ്ങുകയാണ്. ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ റണ്ണേഴ്സ് അപ്പായ ഫ്രാൻസ് 2022 ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളായ മൊറോക്കോയെ നേരിടും. ഇരു ടീമുകളും കിരീട പ്രതീക്ഷയോടെയാണ് കളത്തിലിറങ്ങുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് 3 ക്വാർട്ടർ പോരാട്ടങ്ങളും നടക്കും. സ്പെയിൻ ബെൽജിയത്തെയും, നോർവേ ഇംഗ്ലണ്ടിനെയും, അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ലോകകപ്പിലെ ഏറ്റവും മികച്ച ടീമുകൾ നേർക്കുനേർ എത്തുന്നതോടെ ആവേശം ഉയരുകയാണ്. അതേസമയം ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പോരാട്ടവും ശ്രദ്ധേയമാകുന്നു. 8 ഗോളുകളും 1 അസിസ്റ്റുമായി അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയാണ് നിലവിൽ പട്ടികയിൽ ഒന്നാമത്. 7 ഗോളുകളും 2 അസിസ്റ്റുമായി ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ 2ാം സ്ഥാനത്തുമുണ്ട്. 7 ഗോളുകൾ നേടിയ നോർവേയുടെ യുവതാരം എർലിൻ ഹാലൻഡും ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് 3 താരങ്ങൾ ഒരേ ടൂർണമെന്റിൽ 7 ഗോളോ അധികമോ നേടുന്നത്. ഇതോടെ വ്യക്തിഗത നേട്ടത്തിനായുള്ള പോരാട്ടം കൂടുതൽ ആവേശകരമാവുകയാണ്. 6 ഗോളുകളുമായി ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്നും 4 ഗോളുകൾ വീതം നേടിയ ഫ്രാൻസിന്റെ ഉസ്മാൻ ഡെംബലയും ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിഹാമും ഗോൾഡൻ ബൂട്ട് പട്ടികയിൽ ശ്രദ്ധേയ സാന്നിധ്യമാണ്. കിരീട പോരാട്ടത്തിനൊപ്പം ലോകകപ്പിലെ മികച്ച ഗോൾ വേട്ടക്കാരൻ ആരാകുമെന്ന ആകാംക്ഷയും ആരാധകർക്കിടയിൽ ശക്തമാവുകയാണ്. ഇനി ശേഷിക്കുന്ന മത്സരങ്ങളിൽ ആരാകും മുന്നേറുക, ആരാകും ഫിഫ ലോകകപ്പ് 2026 കിരീടം സ്വന്തമാക്കുക എന്നറിയാൻ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്.